എൻ്റെ അമ്മോ അടിപൊളി സംഭവട്ടാ. ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഇത് എന്തൊട്ട പരിപാടിയെന്ന് മനസ്സിലായ. അതായത് ഈ വർഷത്തെ മാമ്പഴമേള അങ്ങനെ സമാപിച്ചു. ഇത് ഒരു അത്ഭുതം തന്നെ കേട്ടോ. നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ഇത് കാണാൻ പറ്റാതെ പോയവർക്ക് വലിയൊരു നഷ്ടമായി. അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് ഓരോ മാങ്ങയും ശ്രദ്ധിച്ച് കണ്ട് അതിൻ്റെ പേരുകൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ തൃശ്ശൂർ ടൗൺ ഹാളിൽ നടത്തിയ മാമ്പഴമേളയുടെ 2025 മാമ്പഴമേളയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 100 കണക്കിന് മാമ്പഴങ്ങൾ, ഏകദേശം ഒരു 500 തരത്തോളം, 1500 തരം, ഏകദേശം 1500 തരം മാങ്ങകളുടെ പലതരം വെറൈറ്റി മാങ്ങകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കറി വയ്ക്കാനായിട്ട്, അച്ചാറിടാനായിട്ട്, അതുപോലെ മാമ്പഴമായിട്ട് ഉണക്കി സൂക്ഷിക്കാനായിട്ട്, അതുപോലെ പല കറികൾ വയ്ക്കാനായിട്ട്, അങ്ങനെ പല രീതിയിൽ. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിലും ഇത്തിരി ഉപ്പും മുളക് പൊടിയും ചേർത്ത് ചെത്തി കടിച്ച് തിന്നുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. അതുപോലത്തെ ആ ഓർമ്മ വരുമ്പോൾ തന്നെ ആ മാമ്പഴക്കാലവും ആ മാങ്ങയുടെ രുചിയും പുളിപ്പും നാവിൽ വരുന്നവരുണ്ടാവില്ലേ. ഇത്രയും മാങ്ങകൾ ഇതിന് മുമ്പ് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത്രയും പേരുകൾ അറിയാൻ പറ്റുമോ? ഇതിനകത്തേ ഈ മാങ്ങകളുടെ പേര് കേട്ടാലൊരു വളരെ രസകരമായ പേരുകൾ കേട്ടോ. പലതും നമുക്കറിയാവുന്ന ചില വ്യക്തികളുടെ പേരുകളുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ജാഫറുണ്ട്, സജിതയുണ്ട്, അതുപോലെ ബനാന, കട്ടവല്ലൂർ, പൊഴിഞ്ഞ, നടശാല, ഇങ്ങനെ പല പേരുകൾ, വെങ്കിടി, ചന്ദ്രട്ടൻ, ആതിര, സജിത, ഞാൻ പറഞ്ഞില്ലേ, നീലിമ, നെട്ടിശ്ശേരി, ഇങ്ങനെ പല പല പേരുകൾ, ജസ്ന, ജാഫർ വരെ ഞാൻ കണ്ടു, ജമന്തി, ഇങ്ങനെ ഒരുപാട് പേരുകൾ. അതുപോലെ സ്ഥലപ്പേരുകൾ വെച്ച് മാങ്ങ ഉണ്ട്, കുറ്റിച്ചിറ മാങ്ങ കണ്ടു. നമുക്കറിയാവുന്ന പേരുകൾ എന്തൊക്കെയാണ്? നമുക്ക് സുപരിചിതമായിട്ട് ഇത് കണ്ണൻ, നാസിക് പസന്ത്, ഇങ്ങനെ പല പേരുകൾ. നമുക്ക് സുപരിചിതമായിട്ട് അറിയാവുന്ന ചില മാങ്ങകൾ, മൂവാണ്ട മാങ്ങ എല്ലാവർക്കും അറിയാം, പ്രിയൂർ മാങ്ങ അറിയാം, അൽഫോൻസ് അറിയാം, ചന്ദ്രക്കാരൻ അറിയാം, സിന്ദൂരം അറിയാം, അതുപോലെ അൽഫോൻസ് അറിയാം, മൽഗോവ അറിയാം, ബങ്കനാപ്പള്ളി അറിയാം, കപ്പലുമാങ്ങ അറിയാം, പുളിയമ്മാവ് അറിയാം, നീലം മാങ്ങ അറിയാം. ഇത്രയൊക്കെയല്ലേ നമുക്ക് പരിചയമുള്ളൂ. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ കേട്ടോ. ഇതിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിഞ്ഞ് മറക്കാതെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. എനിക്കൊന്നും അറിയാലോ. ഇവിടെ അതൊന്നുമില്ല. ഏകദേശം 1500 തരം വെറൈറ്റി മാങ്ങകളുടെ പേരുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിനൊക്കെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയായിട്ട് നമ്പറുകളിട്ട് തെറ്റ് പറ്റാതെ മാറിപ്പോകാതെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൽ മാത്രമുള്ള വെറൈറ്റികൾ കേട്ടോ. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പാലക്കാട് നിന്നുള്ളവർ, കൊല്ലത്ത് നിന്നുള്ളത്, കണ്ണൂരിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, എല്ലാ ജില്ലകളിൽ നിന്നുള്ള മാങ്ങകളുടെ ശേഖരണം. ഇതൊരു അസോസിയേഷനാണ്, ഒരു പ്രൈവറ്റ് സംഘടനയാണ്. അവർ സംഘടിപ്പിച്ചിട്ടുള്ള മാങ്ങാ പ്രദർശനമാണ്. ഇതെല്ലാ വർഷവും ടൗൺ ഹാളിൽ നടക്കാറുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ്. ഇത് എല്ലാ വർഷവും ഉണ്ടാവും. ഈ വെക്കേഷൻ സമയത്താണ് നടത്താറുള്ളത്. അത് നിങ്ങൾ എല്ലാ വർഷവും കാണണം, പങ്കെടുക്കണം. അവിടുന്ന് മാങ്ങ സെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങകൾ വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആദ്യ ദിവസം തന്നെ 2 ദിവസവും 3 ദിവസവും നടത്താറുള്ളൂ. സാധാരണ 2 ദിവസമാണ് പതിവ്. അപ്പോൾ അത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഉണ്ടാവും. നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അതിനോടനുബന്ധിച്ച് അവിടെ ചില സ്റ്റാളുകളിൽ പതിവായിട്ട് ചില സ്നാക്കുകളും ഡിന്നറും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പേര് വന്ന് പങ്കെടുക്കാറുണ്ട്. ഇതിനോട് പ്രത്യേകം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വന്നിരിക്കും. കാരണം ഇതിൻ്റെ പേരുകൾ തന്നെ പല രസകരമായ പേരുകളാണ്. ഇതവിടെ സെയിൽസും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങകൾ രുചിച്ച് നോക്കാനായിട്ട് സാധിക്കും, വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടെ ജ്യൂസ് സ്റ്റാളുകളും മാങ്ങ കൗണ്ടറുകൾ, സെയിൽസ് കൗണ്ടർ ഉണ്ട്. നിങ്ങൾക്കത് അനുഭവിച്ചറിയാവുന്നതാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും മാങ്ങകൾ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയാം. അത്രയും വെറൈറ്റി മാങ്ങകൾ, ഇത്രമാത്രം മാങ്ങകൾ കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്നു ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് തന്നെ. ഓക്കെ, ഞാൻ മുൻപും പങ്കെടുത്തിട്ടുണ്ട്. മാമ്പഴമേളയെ പറ്റി നമ്മൾ മുൻപും വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ വീഡിയോകളുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഇത്തരമൊരു അറിവ്. കാരണം ഈ 5-10 കോമൺ ആയിട്ട് കാണുന്ന മാങ്ങകൾ മാത്രമേ എല്ലാവർക്കും അറിയാറുള്ളൂ, എല്ലാവർക്കും പരിചയമുള്ളൂ. അതല്ലാന്ന് എല്ലാവരും അറിയട്ടെ. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത്. ആൽബിൻ, ഓരോ പേരുകളുണ്ട്. നമുക്ക് സുപരിചിതമായിട്ട് പല പേരുകൾ പോലും ഇതിലുണ്ട്. മഞ്ഞക്കിളി മാങ്ങ, ഇതാണ് മഞ്ഞക്കിളി മാങ്ങ. ഓക്കെ, മഞ്ഞക്കിളി. ഇതുപോലെ ഒരുപാട് നല്ല നല്ല രസകരമായ പേരുകൾ. ആപ്പിൾ റുമാനിയ, ആ മാങ്ങയാണ്. ആപ്പിളിനോട് സാദൃശ്യമുണ്ട്. ഇത് അതിൻ്റെ ഷേപ്പ് കണ്ടോ? ഈ ഷേപ്പ് കണ്ടാലറിയാം. ഏറെക്കുറെ കണ്ടാലും ആപ്പിൾ പോലെ ഇരിക്കും. അതുകൊണ്ടായിരിക്കാം ആപ്പിൾ റുമാനിയ എന്ന് പേര് വന്നിട്ടുള്ളത്.
അതുപോലെ നമുക്ക് രസകരമായ പേരുകൾ, ആ പേര് സ്ഥലത്തിനോ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ പേര് ലഭിച്ചിട്ടുണ്ടാവുക. എന്തായാലും എനിക്ക് അതിൻ്റെ ആ ഷോക്ക്, അത് ഞാൻ ആ ത്രില്ല് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തൽക്കാലം നിർത്തിട്ട് അടുത്ത വീഡിയോയിൽ